everyone, welcome to a new episode. അപ്പോൾ ഇന്ന് എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞാനൊരു 3 മാസം മുമ്പ് ഒരു വണ്ടി എടുത്തിരുന്നു, മഹീന്ദ്ര XUV 3X. അപ്പോൾ ഈ വണ്ടി കിട്ടാനായിട്ട് കുറച്ചധികം വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുകൊണ്ടും താരതമ്യേന പുതിയൊരു വണ്ടി ആയതുകൊണ്ടും ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റഗ്രാമിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും മെസ്സേജ് അയച്ചു ചോദിച്ചിരുന്നു ഈ ഒരു വണ്ടി ഇത്രമാത്രം വെയിറ്റിംഗ് പീരീഡൊക്കെ നമ്മൾ നോക്കിയിരുന്ന് വാങ്ങുന്നത് എത്രമാത്രം വർത്ത് ആണോ, എന്താണ് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു യൂസർ റിവ്യൂ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ തരാമെന്ന് വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് XUV 3XO 3 months യൂസർ റിവ്യൂ. ഞാനൊരു കാറ് വാങ്ങാൻ ആലോചിച്ചപ്പോൾ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഒരു ബെലേനോയും ഒരു സെലീറിയോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു മിനി SUV വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറ് വേണമായിരുന്നു. ഒരു 15 ലക്ഷം രൂപയുടെ അപ്പുറത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ, കാറിന് വേണ്ടി നിലവിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഈ 2 കാര്യങ്ങൾ, പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് മൈലേജ് ഉള്ള ഒരു വണ്ടി വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2-3 റിക്വയർമെൻറ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിന് പറ്റുന്ന വണ്ടി ഏത് എന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ പറയുന്ന XUV 3XOയിലേക്ക് ഞാൻ എത്തുന്നത്. മഹീന്ദ്ര XUV 3XO MX2 Pro എന്ന് പറയുന്ന മോഡലാണിത്. അതായത് ഓട്ടോമാറ്റിക്കിലെ ബേസ് വേരിയൻ്റ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നത് 11.6 lakh ആണ്. അപ്പോൾ അതുകൊണ്ട് തീർന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ചില എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ലിസ്റ്റ് കൂടുതലായിരുന്നു. അപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ ഞാനൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്ങുകളിലൂടെ ഞാൻ ഇതിൽ ചെയ്തിരുന്നു. ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ സൺറൂഫ് ആണെന്ന്. കാരണം ബേസ് വേരിയൻ്റ് തൊട്ട് ഈ കാറിൻ്റെ എല്ലാ കാറിനും സൺറൂഫ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പോൾ കുറച്ച് വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് തട്ടുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ടെൻഷനുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് 360 ഡിഗ്രി ക്യാമറ വേണം എന്നുള്ളതായിരുന്നു. ഇത് ഐഫോൺ യൂസറാണ്. അപ്പോൾ ആപ്പിൾ കാർപ്ലേയും ഈ കാറിൽ വേണം എന്നുള്ളത് എൻ്റെ മറ്റൊരാഗ്രഹമായിരുന്നു. പുറകോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ കാറൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഈ ബാക്കിലെ ആ ടെയിൽ ലാമ്പില്ലേ, അതിങ്ങനെ ഭയങ്കര നീട്ടത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമായിരുന്നത് കൊണ്ട് ഈ ഒരു ടെയിൽ ലാമ്പും കൂടെ എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതും ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ഈ സ്പോയിലർ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇത് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കാറിന് കുറച്ച് അധികം വലിപ്പം തോന്നിക്കുന്നുണ്ട് എന്നൊരു ഫീല്, അതുകൊണ്ട് ചെയ്തതാണ് സ്പോയിലർ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വിൻഷീൽഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഒബ്വിയസ്ലി എല്ലാവരും ചെയ്യുന്ന പോലെ അകത്തുള്ള മാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അതും ഇതിന് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഒരു 1.5 നിന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അത് കൂടുതലായിട്ട് ഞാൻ പൈസ മുടക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇത് ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ആണ്. കാരണം ബാക്കി എല്ലാത്തിൻ്റെയും ഓരോ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഈ ഒരു കൺട്രോളിങ് പാനൽ ഏരിയ ഒക്കെ ഭയങ്കര മാറ്റമാണ്. ഇത് വളരെ ബേസ് മോഡൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ബേസ് മോഡൽ എടുത്ത് അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്ന ചില പോരായ്മകളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഈ 360 ഡിഗ്രി ക്യാമറ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഫോർടൈൻമെൻറ്റ് ഏരിയ മുഴുവനായിട്ട് മാറ്റണമായിരുന്നു. അപ്പോൾ ഇത് മുഴുവനായിട്ട് മാറ്റുമ്പോൾ ഇത് കമ്പനി നൽകുന്ന, അല്ലെങ്കിൽ 3XOയ്ക്കുള്ള ഇൻഫോർടൈൻമെൻറ്റ് മാറ്റി പകരം ഫോക്സ് ഫയർ എന്ന് പറയുന്ന ഇൻഫോർടൈൻമെൻറ്റ് കയറ്റിയപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ആദ്യത്തേത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡൗൺ ആയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു കോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ പുറത്തുള്ള നോയ്സൊക്കെ ഭയങ്കരമായിട്ട് ഇതിനകത്തേക്ക് കയറുന്നുണ്ട്. നമ്മൾ പലതരത്തിൽ അത് ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസിന് കൊടുത്തോ പറഞ്ഞിട്ടുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെലിഫോണിക് എക്സ്പീരിയൻസ് തരാനായിട്ട് ഈ ഫോക്സ് ഫയറിൻ്റെ സിസ്റ്റത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല.
ഇനി ഈ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ AC വെൻറ്റിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ വേരിയൻസിനും കുറച്ചുകൂടെ നല്ല ഒരു പാനലും കുറച്ചുകൂടെ ഭംഗിയുള്ള സാധനങ്ങളും ഒക്കെയാണ്. അതും ഈ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ ചാർജിങ്ങിന് ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ വർക്ക് ചെയ്യില്ല, ബിക്കോസ് ഇത് ബേസ് വേരിയൻ്റ് ആണ്. ഇത്രയാണ് പ്രധാനമായിട്ടും ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓഡിയോ ക്വാളിറ്റി പുവറാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ബേസ് വേരിയൻറ്റിലാണെങ്കിലും സൺറൂഫ് ഫെസിലിറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൺറൂഫ് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് തലയിട്ട് നിന്ന് ഭയങ്കര ആഘോഷ പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു വൃത്തിയുള്ള സാമാന്യം ഭേദപ്പെട്ട ഒരു സൺറൂഫാണ് ഇതിനുള്ളത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ 3XO ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ വേരിയൻ്റാണ്. ഞാൻ വീണ്ടും ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ വേരിയൻ്റ് തൊട്ട് ഈ കാര്യത്തിലെല്ലാം വളരെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 6 എയർ ബാഗ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രൈവർ സീറ്റിലും ഈ കൂടെ ഇരിക്കുന്ന ഈ സീറ്റിലും മാത്രമല്ല 5 സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ കാണാം ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി 12.1 ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ 3 മോഡാണ് ഡ്രൈവ് മോഡ് കൊടുത്തിരുന്നത്, സിപ്പ്, സാപ്പ്, സൂം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് സാപ്പ് എന്ന് പറയുന്ന മോഡാണ് വണ്ടി ഓൺ ചെയ്യുമ്പോൾ ആകുക. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് സിപ്പിലേക്ക് മാറ്റിയിടും. കാരണം സിപ്പ് എന്ന് പറയുന്നത് വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡാണ്. സാപ്പ് എന്ന് പറയുന്നത് ഒരു സിറ്റി ഡ്രൈവിനുള്ള മോഡാണ്. സൂം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സ്പോർട്സ് മോഡാണ്. ഈ സ്പോർട്സ് മോഡിലേക്കൊക്കെ ഇട്ടാൽ വണ്ടി പറക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞാൻ ശ്രമിച്ചിട്ടില്ല. സാപ്പിലോ മോസ്റ്റ്ലി സിപ്പിലോ ആണ് ഞാൻ വണ്ടി ഓടിക്കാൻ ശ്രമിക്കാറുള്ളത്. ഒരു പക്ഷേ ഈ സിപ്പിൽ മാത്രം ഓടിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും 5000 കിലോമീറ്റേഴ്സിൽ തന്നെ 12.1 അല്ലെങ്കിൽ 12.3 എന്നൊക്കെയുള്ള മൈലേജിലേക്ക് എത്താൻ സാധിച്ചത്. ഇനി വണ്ടിയുടെ ക്ലസ്റ്റർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അനലോഗ് ആൻഡ് ഡിജിറ്റൽ മിക്സ് ആയിട്ടുള്ള ക്ലസ്റ്ററാണ്. ഒരു റെഡ് കളറാണ് മോസ്റ്റ്ലി ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു സ്പോർട്ടി മോഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തോ ഞാൻ ആ ഒരു പഴയ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ബാക്കിയുള്ള ക്ലസ്റ്ററുകളാണ് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത്. ബട്ട് കണ്ടവർക്കൊക്കെ ഈ ഒരു റെഡ് കളറും ആ ഒരു സ്പോർട്ടി ലുക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു കൂടുതലുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം വളരെ നോർമലായിട്ടുള്ള എല്ലാ വണ്ടികളിലും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരു കാറ് വാങ്ങിക്കുമ്പോഴത്തേക്കും എന്നെപ്പോലുള്ള ആൾക്കാരുടെ വൺ ഓഫ് ദി മെയിൻ കൺസേൺസ് എന്ന് പറയുന്നത് മൈലേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് മുൻപ് ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. അതുപോലെ ഒരുപാട് റിവ്യൂസ് കണ്ടിരുന്നു. ഇങ്ങനെ എല്ലാം കണ്ടപ്പോൾ എനിക്ക് പൊതുവേ കിട്ടിയത് ഒരു 16-17 മൈലേജ് കിട്ടുക. 18.5 കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു 16-17 മൈലേജ് കിട്ടുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കാറ് 5000 കിലോമീറ്റേഴ്സാണ് ഓടിയത്. അപ്പോൾ എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 12.3 ആണ്. അത് പക്ഷേ മോസ്റ്റ്ലി ഈ കാറ് സിറ്റിയിൽ ഓടുന്ന കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10.5, 11.2 ഈ ഒരു റേഞ്ചിലാണ് മൈലേജ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളിത് മഹീന്ദ്രയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് 2000 കിലോമീറ്റേഴ്സിലായിരുന്നു ഫസ്റ്റ് സർവീസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ 3 സർവീസ് കഴിയുമ്പോഴാണ് ആക്ച്വൽ മൈലേജിലേക്കൊക്കെ വണ്ടി എത്തുക എന്ന് പറഞ്ഞു. സെക്കൻഡ് സർവീസ് 10,000 കിലോമീറ്റേഴ്സിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഫാർ 12 ആണ് മൈലേജ്. അത് വിച്ച് ഈസ് ഓക്കെ എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇനി ഒരുപാട് പേരുടെ ചോദ്യമായിരുന്നു സസ്പെൻഷനും സ്റ്റെബിലിറ്റിയും എങ്ങനെയുണ്ട് എന്നുള്ളത്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുഴികളൊക്കെ ചാടുമ്പോഴൊന്നും നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് വലിയ കുഴികളാണെങ്കിൽ നമുക്കിതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്, അതായത് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി സ്റ്റെബിലിറ്റിയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ച് കുറയുന്നുണ്ടോ എന്നുള്ളത്, അതായത് മറ്റ് SUVകൾ ഓടിക്കുന്നതിൽ നിന്ന് ഇതിന് സ്റ്റെബിലിറ്റി കുറച്ച് കുറയുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഓക്കെ എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഈ സസ്പെൻഷനും സ്റ്റെബിലിറ്റിയും അത്ര ഗ്രേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3XOയ്ക്ക് അത്ര ഗ്രേറ്റ് ഒന്നുമല്ല, പക്ഷേ മോശമല്ല താനും. ഇനി എൻജിൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്ററിൻ്റെ ഓട്ടോമേറ്റഡ് എൻജിനാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്. ഇൻഫാക്ട് നമ്മൾ ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റ് ചില വണ്ടികളിൽ ഞാൻ ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ എനിക്കൊരു പുറകോട്ടൊരു പിടുത്തം വരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ ഇന്ന് വരെ 3XOയ്ക്ക് വന്നിട്ടില്ല. അതേസമയം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻജിൻ നോയ്സ് കുറച്ച് കൂടുതലാണ്. ഒരു പക്ഷേ ഇതൊരു 3 സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എൻജിൻ നോയ്സ് ഉണ്ടാകുന്നത്. കാരണം ഈ വണ്ടി
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇൻഫാക്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട് വണ്ടിക്ക് ഒച്ച കൂടുതലുണ്ടോ എന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വണ്ടിയിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നോയ്സ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റേഷനായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഓവറോൾ ഒരു 3 months യൂസർ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാറിൽ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കാരണം ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 13 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നൽകുന്ന ഒരു SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒരു കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ 100% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ് തന്നെയാണ്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓൾ ഇൻ ഓൾ ഇൻഡെപ്ത് റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കണ്ട. കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് ഒരു 5000 കിലോമീറ്റേഴ്സ് ഓടിച്ചതിൻ്റെ ആ ഒരു ഫീഡ്ബാക്കാണ് ഞാനിപ്പോൾ നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊരു ആ രീതിയിൽ മാത്രം കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാറിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സീ യു ഇൻ അനദർ വ്ളോഗ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.